പുതിയൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, നമ്മളിന്ന് 4 പേരും കൂടെ ഒരു യാത്ര പോവുകയാണ്. ഇന്നത്തെ യാത്ര ട്രെയിനിലാണ്. അമ്മൂതിയും സമൂസും ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. അതിന്റെ ഒരു സന്തോഷം അവർക്ക് നല്ലപോലുണ്ട്. അങ്ങനെ ഡോറും പൂട്ടി പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്ത് നേരെ വർക്കലയിലോട്ട്. വണ്ടി എവിടെ പാർക്ക് ചെയ്യുകയെന്നായിരുന്നു ആദ്യത്തെ ടെൻഷൻ. വേറൊന്നുമല്ല, നമ്മളെ BMW തുറന്നു കിടക്കുകയാണല്ലോ. അതിന്റെ ബാറ്ററിയാ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഊരിക്കൊണ്ട് പോയാലോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനൊന്നും പേടിക്കണ്ട കേട്ടാ. റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് തന്നെ 24 hours സെക്യൂരിറ്റി ഉള്ള ഒരു പേ പാർക്കിംഗ്. കൗണ്ടറിൽ നിന്നും ടിക്കറ്റും എടുത്ത് നേരെ പ്ലാറ്റ്ഫോമിലോട്ട്. നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ല. വേറെങ്ങുമല്ല, നമ്മുടെ തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന കന്യാകുമാരിയിലോട്ടാണ് നമ്മളെ യാത്ര. സമൂസിന് യാത്രയിൽ കുറച്ച് വൊമിറ്റിങ്ങിന്റെ ടെൻഡൻസി ഉണ്ട് കേട്ടാ. അതുകൊണ്ട് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഒരു സിറപ്പ് വേണം. അതവിടെ വെച്ച് കുറച്ചങ്ങ് കൊടുത്തു. അരമണിക്കൂറിന്റെ കാത്തിരിപ്പിന് ശേഷം ട്രെയിനിന്റെ ഹോണടി കേട്ടപ്പോ തന്നെ അമ്മൂതിയും സമൂസും കൂടെ എടുത്തി അടിച്ചു തുള്ളക്കാങ്ങ് തുടങ്ങി. വർക്കലയിൽ നിന്നും തിരുവനന്തപുരം വരെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ട്രെയിനിലുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടാ. തിരുവനന്തപുരം ആയപ്പോ ആളൊഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് 4 പേർക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി. ട്രെയിനിന്റെ വെളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് 4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം 3 മണിയായപ്പോ നമ്മൾ നേരെ കന്യാകുമാരിയിലെത്തി. കന്യാകുമാരി കാല് വെച്ചപ്പോ തന്നെ കണ്ട കാഴ്ച കണ്ട ഒരു പെറ്റ ആട്ടുംകുട്ടികളെ. സത്യം പറഞ്ഞ ആട്ടുംകുട്ടികളല്ല കേട്ടാ, നല്ല മുട്ടനാടുകൾ. തിരിച്ചു പോകുമ്പോ ഇത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിനെ ഞാൻ പിടിച്ച് ബാഗിലാക്കി നാട്ടിക്കൊണ്ട്. കന്യാകുമാരി വരെ ഉള്ളു ട്രെയിൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. ഇതുവരെ ഉള്ള ട്രാക്ക് തീരുന്ന സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്റ്റേഷന് വെളിയിൽ നിന്നും കുറച്ച് നടന്നാൽ ബസ് സ്റ്റോപ്പാണ്. അവിടെ നിന്നും 10 രൂപയ്ക്ക് ഉള്ളിലേ ഉള്ള ഒരാൾക്ക്. അതിൽ കയറിയ ബീച്ചിന്റെ ഫ്രണ്ടിലാണ് വണ്ടി നിർത്തുന്നത്. നമുക്ക് നല്ല വിശപ്പും ഉണ്ട്, പിന്നെ പൊരിയുന്ന വെയിൽ. അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു ഓട്ടോ വിളിച്ചങ്ങ് പോവാന്ന് വിചാരിച്ചു. ഓട്ടോയ്ക്ക് 50 രൂപ ആയോളൂ കേട്ടാ. ആ ഓട്ടോ ചേട്ടൻ തന്നെ നല്ലൊരു റൂമും കൊണ്ടുപോയി കാണിച്ചത്. ഹോട്ടൽ ബ്ലൂ സീയിലാണ് നമ്മൾ റൂം എടുത്തത് കേട്ടാ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു 3 നില ബിൽഡിംഗ് ആയി. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ നമുക്ക് റൂം കിട്ടി കേട്ടാ. ബിൽഡിങ്ങിന്റെ പുറകുവശത്തായിട്ട് തന്നെ കടൽ തൊട്ടടുത്താണ് കേട്ടാ. നല്ല അടിപൊളി തണുത്ത കാറ്റുണ്ടായിരുന്നു കടലിൽ നിന്നുള്ള. നമ്മൾ കുട്ടികളുമായിട്ട് അങ്ങനെ ലോങ് യാത്രയൊന്നും പോയിട്ടില്ല കേട്ടാ. അതുകൊണ്ട് ഇത് നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എല്ലാ റൂമും AC ഉള്ള റൂമാണ് കേട്ടാ. നമുക്ക് നോൺ AC വേണമെന്നുണ്ടെങ്കിൽ റിസപ്ഷനിൽ തന്നെ AC ഓഫ് ചെയ്യാനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് AC റൂമിന് 1500, നോൺ AC 1000 രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്ത് പിന്നെ ഭയങ്കര വെയിലും ചൂടും ആയതുകൊണ്ട് നമ്മൾ AC തന്നെ എടുത്ത്. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ റൂം ചെക്കിൻ ചെയ്ത് റൂമിനുള്ളിൽ കയറി. അത്യാവശ്യം വലിയ റൂമാണ് കേട്ടാ. ഡബിൾ ബെഡും ആയിരുന്നു. ചില സ്ഥലങ്ങളിൽ പോയി റൂം എടുത്തു കഴിഞ്ഞാൽ റൂമിനുള്ളിൽ ചെറിയ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നല്ല സൂപ്പർ റൂമായി. ബെഡൊക്കെ റെഡിയാക്കി തന്നപ്പോ തന്നെ 2 എണ്ണവും ബെഡിൽ കയറി ഇരിപ്പുമായി. പിന്നെ കുഴപ്പമില്ലാത്ത ബാത്റൂം ആണെന്ന് പറയാം. ബാഗ് വെക്കാനായിട്ട് അത്യാവശ്യം നല്ല ഒരു കബോർഡും ഉണ്ടായിരുന്നു. ഈ വീക്കെൻഡ് ഡേയിൽ 1500 രൂപയ്ക്ക് വെർത്തായിരുന്നു കേട്ടോ. പിന്നെ ബിൽഡിങ്ങിന്റെ മുൻവശത്തും പിൻവശത്തും വാതിലുണ്ട്. പിൻവശത്തു കൂടി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ റൂമിന്റെ തൊട്ടടുത്ത് തന്നെ കന്യാകുമാരി അമ്പലം. അങ്ങനെ ബാഗൊക്കെ റൂമിൽ വെച്ച് ഫുഡ് കഴിക്കാനായിട്ട് വെളിയിച്ചാൽ റൂമിന്റെ പുറകുവശം വഴി 10 വെക്കുമ്പോൾ തന്നെ അമ്പലത്തിന്റെ തൊട്ടടുത്ത് ശരവണ വെജിറ്റേറിയൻ ഹോട്ടലിലായിരുന്നു നമ്മുടെ ഇവിടത്തെ ആദ്യത്തെ ഉച്ചഭക്ഷണം. 2 വെജിറ്റബിൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. പ്ലേറ്റിൽ വാഴയിലേക്ക് ഇട്ടാണ് ഫുഡ് വിളമ്പിയത്. വിശന്നിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല കേട്ടാ. തമിഴ്നാട് വെജ് ബിരിയാണി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പകുതി കഴിച്ച് തീർന്നപ്പോഴാണ് പപ്പടം വന്നത് കേട്ടാ. പപ്പടം കണ്ട് സമൂസ അന്തം വിട്ട്. പിന്നെ എരിവുള്ള ചോറ് കഴിച്ച് തീർന്നപ്പോ തന്നെ ജ്യൂസ് വേണോന്ന് വെയിറ്റർ വന്ന് ചോദിച്ചു. 2 എണ്ണവും കൂടെ ഒറ്റ വായിലങ്ങ് പറഞ്ഞു, നമുക്ക് ഷേക്ക് മതിയോ. പിന്നെ അങ്ങനെ ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക് പറഞ്ഞു. കഴിച്ചു തീർന്നതേ ഓർമ്മയുള്ളൂ. ബില്ല് കണ്ട് എല്ലാം ദഹിച്ചു. ബിരിയാണി 2 എണ്ണം 300 രൂപ, കുഴപ്പമില്ല. നമ്മൾ വെളിയിൽ പോയി കഴിക്കുന്നതല്ലേ, അപ്പോഴത്തേക്ക് 300 രൂപ കുഴപ്പമില്ലെന്ന്. പക്ഷെ ഷേക്കിന് ഒരെണ്ണം 180 രൂപ. ഇനി ഇവിടെ പശുവിനെ കറക്കാത്തോണ്ടാണോ അത് ഇനി പാലില്ലാത്തോണ്ടാണോ എന്താണെന്നറിയില്ല. മിൽക്ക് ഷേക്കിന്റെ കാര്യത്തിൽ ഭയങ്കര അടി. എന്തായാലും ഒരെണ്ണം പറഞ്ഞത് കാര്യമായി. ഉണ്ടാൽ ക്ഷീണം തെണ്ടിക്കും എന്നല്ലേ. കുറച്ചു നേരം വിശ്രമിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കന്യാകുമാരി കാഴ്ചയിലേക്ക് ഇറങ്ങിയപ്പോ തന്നെ കണ്ടത് നമുക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ. ഇതെന്താണെന്ന് അറിയാമോ? നമ്മുടെ നാട്ടിലൊക്കെ കമണ, തെറ്റാലി അങ്ങനെയൊക്കെ പറയും. ഗായ്സ്, നമ്മളെ പ്രാവിന്റെ കുഞ്ഞുങ്ങളെ കാക്ക എടുത്തോണ്ട് പോകുന്നു. അതിനെ ഓട്ടിക്കാൻ വേണ്ടിയാണ് ഞാനിത് വാങ്ങിച്ചത്. ഇനി നോക്കിക്കോ, ഒരൊറ്റ കാക്കയെ പോലും നമ്മളെ വീടിന് പരിസരത്ത് അടുപ്പിക്കൂല. അതും മേടിച്ച് നേരെ കടലിൽ നിന്നും കിട്ടുന്ന ശംഖുകൾ കൊണ്ടുള്ള ഐറ്റംസ് ഉള്ള ഒരു കടയിൽ കയറി കേട്ടോ. കടയിൽ എന്റെ പൊന്നു മക്കളെ, ശംഖുകൾ കൊണ്ടുള്ള എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ഉണ്ടാക്കി വിടും. വീട്ടിന് ഉള്ളിലും വെളിയിലും പിന്നെ ഡോറിന്റെ ഫ്രണ്ടിലും ഒക്കെ ഹാങ് ചെയ്തിടാൻ പറ്റിയ അടിപൊളി ഐറ്റംസ് കേട്ടോ. പിന്നെ ജ്യോത്സ്യന്മാർ ഉപയോഗിക്കുന്ന കബഡി, പിന്നെ നമ്മളെ നാട്ടിൽ 8ഉം കുറ്റിയും കളിക്കുന്ന കബഡി. 8ഉം കുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളെ നാട്ടിൽ എന്താണെന്ന് പറയുന്നതെന്ന് അറിയില്ല. പിന്നെ സമൂസിന്റെ ഐറ്റം ആയിരുന്നു. ശംഖും മുത്തുകളും കൊണ്ടുള്ള അടിപൊളി മാല കേട്ടോ. അവക്ക് പിന്നെ ഒരു മാല ഒരു ദിവസത്തേക്കേ ഉള്ളു. അതുകൊണ്ട് പിന്നെ 3-4 എണ്ണം മേടിച്ചു കൊടുത്തു. അമ്മൂതിയുടെ സെലക്ഷൻ എന്തായാലും ആശാട്ടിക്ക് ഇഷ്ടപ്പെട്ടു. മാലയും വാങ്ങി തിരിഞ്ഞപ്പോ കാണാം ഫുട്പാത്തിൽ ഇതേ ഫ്രോക്ക് കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടൻ.
പിന്നെ ആ ചേട്ടന്റെ ഫ്രോക്ക് മേടിക്കാനുള്ള തിരക്കാ. എല്ലാം നല്ല അടിപൊളി കളർഫുൾ ആയതുകൊണ്ട് ഏത് മേടിക്കണമെന്ന് അറിയാൻ വയ്യ. പക്ഷെ സംഭവം 100 രൂപയേ ഉള്ളൂ. 100 രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് കളർ ആയതുകൊണ്ട് കുറെ ദിവസം ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരെണ്ണേ മേടിച്ചു. ഫ്രോക്ക് വാങ്ങി തിരിഞ്ഞപ്പോ തന്നെ ടോയ്സിന്റെ കട കണ്ടു. അമ്മൂതിക്ക് ഡ്രോണ് പറത്താൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അങ്ങനെ നേരെ പോയി ഒരു ഹെലികോപ്റ്റർ തന്നെ പൊക്കി. ഓൺലൈനിൽ 1000, 1500 ഒക്കെ വിലയുള്ളതാണ്. ഇവിടെ 350 രൂപ പറഞ്ഞു. നമ്മൾ 200 രൂപയ്ക്ക് വേണ്ടി. ഇത് പറത്തുന്ന വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. കന്യാകുമാരിയിൽ എന്തിനാണ് വരണത് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് നിങ്ങളടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. കന്യാകുമാരിയിലെ ഹൈലൈറ്റ് വിവേകാനന്ദ പാറയും ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ ആണല്ലോ. 4 മണിക്ക് ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യും കേട്ടാ. അതുകൊണ്ട് നമുക്ക് ഇന്ന് പോവാൻ പറ്റിയില്ല. നാളെ പോവാൻ പറ്റുള്ളൂ. ടിക്കറ്റ് എടുത്തതിന് ശേഷം ബോട്ടിൽ കയറി അവിടേക്ക് പോകാനുള്ള ക്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. മുട്ട ക്യൂ തന്നെ. എന്റെ പൊന്നു മക്കളേകാ, കന്യാകുമാരി യാത്ര എന്നും നമ്മളെ ഓർമ്മയിൽ തന്നെ സൂക്ഷിക്കാൻ വിവേകാനന്ദ പാറയെ സാക്ഷി നിർത്തി വേറെ 100 രൂപ കൊടുത്ത് നമ്മൾ പോയ ഡേറ്റ് പതിപ്പിച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു കേട്ടോ. അതും കഴിഞ്ഞ് ബീച്ചിലേക്ക് പോകുന്ന കവാടത്തിന്റെ ഫ്രണ്ടിലെത്തി. ബീച്ചിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത പാർട്ടിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.